ലഹരിക്കും അക്രമത്തിനുമെതിരെ ജനമനസ്സുണർത്തി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്ര തുടരുകയാണ്. ലഹരിക്കെതിരെ അണിനിരക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ആയിരങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്നത്. ഇന്നും നാളെയും ആലപ്പുഴ ജില്ലയിലാണ് പര്യടനം. നാടും നഗരവും ഒഴുകിയെത്തുകയാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്രയിലേക്ക്. അരുത് ലഹരി, അരുത് അക്രമം എന്ന സന്ദേശം നാടാകെ ഏറ്റെടുക്കുന്നു. വിദ്യാലയങ്ങളിലും വീഥികളിലും ലഹരിക്കെതിരെ അണിചേർന്ന് തെക്കൻ കേരളം. ലഹരി തുടച്ചു നീക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പോടെയാണ് കേരള യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത്. നമുക്ക് ഈ ആപത്തിനെ നേരിട്ടേ മതിയാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ക്യാമ്പയിനിലേക്ക് കടക്കുക. ഏപ്രിൽ മാസം തൊട്ട് വളരെ വിശദമായ ഒരു പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മപദ്ധതി മനസ്സിലുണ്ട്. ഒരു വലിയ വിപുലമായ കർമ്മപദ്ധതിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി കേരള യാത്ര 6 ദിവസം പിന്നിട്ടു. യാത്രയിൽ പ്രതിപക്ഷ നേതാവും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമുദായിക നേതാക്കളും പങ്കാളികളായി. ഈ ഒരു വിഷയത്തിൽ നടത്തുന്നതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. 24 മണിക്കൂർ കൊണ്ട് പോലീസ് വിചാരിച്ചാൽ ഈ ലഹരി മാഫിയയുടെ വേറെ നിൽക്കാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾക്ക് വേണം. അപ്പോൾ മാർത്തോമാ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെല്ലാം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ശ്രീനാരായണ ഗുരുദേവൻ അരുത് അരുത് എന്ന് നിർദ്ദേശിച്ച ആ മഹത്തായ ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നടത്തുന്ന സന്ദേശം വളരെയേറെ അഭിനന്ദനാർഹമാണ്. ഈ യാത്ര അഭിനന്ദനാർഹമാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് SKNന്റെ കേരള യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത യാത്ര ലോകത്തിനു മുന്നിൽ മലയാളത്തിന്റെ മാധ്യമ മാതൃക. ലഹരി മുക്ത കേരളം കീ. ന്യൂസ് ഡെസ്ക് 24.